2 ദിവസത്തേക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തപ്പോൾ നായിക ഒരിക്കലും വിചാരിച്ച് കാണില്ല താൻ ചെല്ലുന്നത് മരണത്തിൻ്റെ മുമ്പിലേക്കാണെന്നുള്ളത്. അതായത് ഒരു പുലർച്ചയ്ക്ക് ആയ സമയത്ത് ടെസ്സിൻ്റെ റൂം ആരോ തുറന്നു. കാരണം ഏകദേശം ഒരു 200 സെൻറ്റിമീറ്ററെങ്കിലും ഉയരമുണ്ടാവും, ഒരു 120-130 കിലോ തൂക്കുണ്ടാവും. അത്രയും വലിപ്പമുള്ളൊരു സ്ത്രീ ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല. ഈ കെയ്ത്തിനെ തല പിടിച്ചിട്ട് ആ ഗുഹയുടെ കരിങ്കല്ലും ഇടിച്ച് തല പൊളിച്ച് കെയ്ത്തിനെ കൊല്ലുന്നു. ടോപ്പ് 2022 പുറത്തിറങ്ങിയ അമേരിക്കൻ ഹൊറർ ത്രില്ലർ മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ടെസ് എന്നാണ് നായികയുടെ പേര് പറയുന്നത്. നായിക ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അകലുള്ള സ്ഥലത്ത്, അതേ നാട്ടിൽ തന്നെ അവരുടെ രാജ്യത്തിൽ തന്നെ അകലുള്ള ഒരു സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നു. അപ്പോൾ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് Airbnb വഴി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നു. Airbnb വഴി നമ്മളെല്ലാവരും പൊതുവെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഹോസ്റ്റലൊക്കെ ബുക്ക് ചെയ്യാറുണ്ട് അല്ലേ. ഒന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചങ്കിൽ ഒരു ഇടിപ്പ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് അവർ രാത്രിയാണ് എത്തുന്നത്. അപ്പോൾ അവർ കാർ ഓടിച്ച് വരുന്നു. രാത്രി ഇവർ ബുക്ക് ചെയ്ത ഒരു വില്ലയിലാണ് വരുന്നത്. കുഞ്ഞു വില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുഞ്ഞു വില്ല. അപ്പോൾ ഇവർ വന്നു, ലോക്ക് തുറക്കാൻ നോക്കുമ്പോൾ അവിടെ കീ കാണുന്നില്ല. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ആ വീടിനകത്ത് ലൈറ്റ് കാണുന്നുണ്ട്, വേറെ ആരോ താമസിക്കുന്നുണ്ട്. അപ്പോൾ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്ന് ഡോർ തുറന്നു. അപ്പോൾ ഈ സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ, ടെസ് പറയുന്നുണ്ട്, നായികയുടെ പേര് ടെസ് എന്നാണ്. നായിക പറയുന്നുണ്ട്, ഇത് ഞാൻ ബുക്ക് ചെയ്ത വില്ലയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളിവിടെ താമസിക്കുന്നത്, ഹൂ ആർ യു എന്നുള്ള പോലെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പയ്യൻ കെയ്ത്ത് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ കെയ്ത്ത് തിരിച്ചു ചോദിക്കുന്നുണ്ട്, അല്ല ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ, ഇത് ഞാൻ വേറൊരു സൈറ്റിൻ്റെ പേര് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയും ഞാൻ ഈ സൈറ്റ് വഴി ഞാനിത് ബുക്ക് ചെയ്തതാണ് എന്ന് പറയും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പേരും 2 ഡിഫറെൻറ്റ് സൈറ്റ് വഴി ഒരേ പ്രോപ്പർട്ടി തന്നെയാണ് ഒരേ ദിവസത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ടെസ്സിനോട് കെയ്ത്ത് പറയും, ഒരു കാര്യം ചെയ്തു, എന്തായാലും ഇന്ന് രാത്രി ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ നിങ്ങളുടെയും കുഴപ്പമില്ല, എൻ്റെയും കുഴപ്പമില്ല. നമുക്ക് രാവിലെ പോയിട്ട് 2 പേരും സംസാരിച്ചിട്ട് 2 പേർക്കും റീഫണ്ട് മേടിക്കാം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സ്റ്റേ കിട്ടിയ പോലെ ആവുമല്ലോ. ഇന്ന് ഇവിടെ കൂടിക്കോ, റൂം നിങ്ങൾ എടുത്തോളൂ, ഞാൻ സോഫയിൽ കിടന്നോളാമെന്ന് കെയ്ത്ത് പറയും. അപ്പോൾ ടെസ്സിനാണെങ്കിൽ ഒരു മടിയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാത്തൊരു പയ്യനാണ്, എന്താവും എന്നറിയില്ല, രാത്രിയാണ്. പക്ഷേ പുറത്തേക്ക് പോകാനാണെങ്കിൽ വേറെ റൂമും കാര്യങ്ങളൊന്നും കിട്ടാനില്ല. അങ്ങനെ അന്ന് രാത്രി അവിടെ നിൽക്കാൻ തീരുമാനിക്കും കേട്ടോ. അപ്പോൾ രാത്രി ടെസ് റൂമിലാണ് കിടന്നുറങ്ങുന്നത്, ഈ പയ്യൻ സോഫയിലാണ് കിടന്നുറങ്ങുന്നത്. പറഞ്ഞത് ഒരു പാതിരാത്രി, അതായത് ഒരു പുലർച്ചയ്ക്ക് ആയ സമയത്ത് ടെസ്സിൻ്റെ റൂം ആരോ തുറന്നു. ആരോ ഡോറ് തുറക്കുന്ന പോലെ ടെസ്സിന് ഫീൽ ചെയ്തു. ടെസ് ചാടി എണീറ്റപ്പോൾ റൂം തുറന്നിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് ആകെ കലിപ്പായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്നെ വിളിച്ച് ഉള്ളിലേക്ക് കയറ്റിയത് ഇവൻ ഈ പരിപാടിക്ക് എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇവൾ ഈ നായകൻ്റെ കെയ്ത്തിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. കെയ്ത്ത് അവിടെ സോഫയിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ കെയ്ത്തിനെ വിളിച്ച് ചോദിക്കും, നീ എന്തിനാണ് എൻ്റെ റൂം തുറന്നത്? അപ്പോൾ കെയ്ത്ത് ആകെ എണീച്ചിട്ട് ഇല്ല ഞാൻ റൂമൊന്നും തുറന്നില്ലല്ലോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇവർ അവിടെയൊക്കെ നോക്കും, ഒന്നും കാണില്ല, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ പോയി കിടന്നുറങ്ങും. പിറ്റേ ദിവസം ടെസ് എണീക്കുന്നു, ടെസ് ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ റെഡിയാകുന്നു. അപ്പോഴത്തേക്കും കെയ്ത്ത് ഓൾറെഡി പോയിരുന്നു, അവൻ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നു. അപ്പോൾ ടെസ് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലത്ത് ചെന്നു. വലിയൊരു കമ്പനിയാണ്, അത്യാവശ്യം സിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പോകുന്ന വഴിയിൽ ടെസ് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിച്ച ഒരു വില്ല പ്രൊജക്റ്റ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു 100-200 വീടുകളുള്ളൊരു പ്രദേശമാണ്. ആ ഒരു 200 വീടുകളുള്ള പ്രദേശത്തിൽ ഈ ഒരു വീട് മാത്രമാണ് ഇവിടെ Airbnb എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആർക്ക് താമസിക്കാൻ എന്നുള്ള ഒരു പരുവത്തിലിരിക്കുന്നുള്ളൂ. ബാക്കി 199 വീടുകളും നശിച്ച് നാറാണക്കല്ലെടുത്ത് അവശിഷ്ടങ്ങളായി ഒരു വിജനമായ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സംശയം ഉളവാക്കുന്ന ഒരു പ്രദേശം എന്ന് പറയില്ലേ. ഇവിടെ എന്തോ നിഗൂഢത ഉണ്ട് എന്നുള്ള പോലെ എല്ലാ വീടുകളും തകർന്ന് തരിപ്പണായി കിടക്കുന്നു. റോട്ടിൽ വണ്ടികളില്ല, ആളുകളില്ല, പഴയ കാറുകൾ നശിച്ചു കിടക്കുന്നു, വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഒക്കെ ടെൻഷനായിട്ട് ഇൻ്റർവ്യൂവിന് പോകും. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ പാസ്സാവും. അപ്പോൾ അവർ ചോദിക്കും എവിടെയാണ് താമസം? ഈ സ്ഥലത്തിൻ്റെ പേര് ടെസ് പറയുമ്പോൾ അവർ ഞെട്ടും. അവർ ചോദിക്കും സത്യത്തിൽ നിങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്? അതെ, ഞാൻ Airbnb വഴി ബുക്ക് ചെയ്തതാണ്, അവിടെ കിട്ടിയതാണ്. അപ്പോൾ ഇവർ പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കോളൂ, അത് അത്ര ഒരു നല്ല സ്ഥലമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നു. ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന് ഈ റൂമിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്നൊരു വയസ്സായ ഒരാൾ, ഒരു മധ്യവയസ്കൻ, ഒരു 50 വയസ്സിനൊക്കെ പ്രായമുള്ള ഒരാൾ ഈ ടെസ്സിനെ കുട്ടി എന്ന് വിളിച്ചിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടെസ്സിന് ഇത് കണ്ടപ്പോൾ ഇയാൾ ആക്രമിക്കാൻ വരികയാണോ എന്നുള്ളൊരു ഭാവത്തിലാണ് ഇയാൾ ഓടി വരുന്നത്. അപ്പോൾ ടെസ്സൻ വീട് തുറന്ന് ഉള്ളിൽ കയറി ഡോറൊക്കെ അടയ്ക്കും. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് അവിടെ കയറരുത് എന്ന്. രക്ഷപ്പെട്ടു. ടെസ് ഇങ്ങനെ വീടും കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയിൽ അവിടെ ഒരു ബേസ്മെൻറ്റ് പോലെ ഒരു സ്ഥലം ടെസ് കാണും. അപ്പോൾ ഇതെന്തായിരിക്കും ഈ ബേസ്മെൻറ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ടെസ് ഒക്കെ തുറന്ന് ബേസ്മെൻറ്റ് ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഉള്ളൊരു സംഭവമാണ് അല്ലേ. നമ്മുടെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഡോറ് കാണിക്കും. ആ ഡോറ് തുറന്ന് അടിയിലേക്ക് കുറേ സ്റ്റെപ്പുകൾ പോകുന്നുണ്ടാവും. ഒരു ഗുഹ പോലെ അടിയിലൊരു ബേസ്മെൻറ്റ് സ്ഥലം, പിന്നെ ഒരു ഗുഹ പോലെ പാതകളൊക്കെ ഉള്ള അണ്ടർഗ്രൗണ്ട് പരിപാടി നിങ്ങൾ ഇംഗ്ലീഷ് സിനിമകളിൽ എല്ലായിടത്തും കണ്ടിട്ടുണ്ടോ? സെയിം പരിപാടി തന്നെ. ഈ പെൺകുട്ടി ഇങ്ങനെ പോകുന്നു കുറേ സ്ഥലം ചെല്ലുമ്പോൾ ഒരു ടിവിയുടെ ഒരു ക്യാമറ റെക്കോർഡർ ഇരിക്കുന്നുണ്ട്, ഒരു TV ഇരിക്കുന്നുണ്ട്. അതിലൊരു കുട്ടിക്ക് പാൽ കൊടുക്കുന്ന ഒരു വീഡിയോ, പഴയ വീഡിയോ ഇതിങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കൂട്, കിടക്ക, ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ടെസ്സിന് എന്തോ പന്തികേട് തോന്നും. ടെസ് തിരിച്ചു വരാൻ നോക്കുമ്പോൾ എന്ത് സംഭവിക്കും?
തിരിച്ചു വരാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഈ ഡോറ് ലോക്കാവും. അതായത് നമ്മൾ താഴത്തോട്ട് ഇറങ്ങിപ്പോയാൽ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും. ടെസ് ആകെപ്പെട്ടു, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കലാണ് നമ്മുടെ മറ്റേ പയ്യൻ, ഒരു റൂം ഷെയർ ചെയ്ത പയ്യൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവനും വന്നിട്ടുണ്ട് തിരിച്ച്. അവൻ വന്ന് ടെസ്സിൻ്റെ ഓളിയും ബഹളമൊക്കെ പുറത്തുനിന്ന് കേട്ട് ഈ ജനലെ കൂടെ പുറത്തേക്ക് കാണാമല്ലോ അടിഭാഗം പോലെ. അപ്പോൾ അവനെ ബഹളമൊക്കെ കേട്ട് അവൻ എന്ത് ചെയ്യും, അവൻ ഓടി വന്ന് ഡോറൊക്കെ തുറന്ന് ടെസ്സിനെ രക്ഷിച്ച് ഇവരോടെത്തും. ഇതിനകത്ത് ആരോ ഉണ്ട് എന്നുള്ളത് ടെസ്സിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ടെസ് എന്തോ പ്രശ്നമുണ്ട്, പന്തികേടുണ്ട്, ഇവിടെ കുഴപ്പമുണ്ട്, പോവാന്ന് പറയും. അപ്പോൾ ഇത് ഇങ്ങനൊരു ആരോ ഉണ്ട് എന്ന് പറഞ്ഞത് ആ കെയ്ത്തിന് വിശ്വാസമായില്ല. അവൻ പറഞ്ഞു, ഈ ഇത്രയും വിജനമായ സ്ഥലത്ത് ഈ വീടിൻ്റെ അടിയിൽ ആരുണ്ടാവാനാ, ഇനിയിപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ ഈ ടെസ് പറയട്ടെ, വേണ്ടടാ പോണ്ട, ഞാൻ പറയട്ടെ, ഞാൻ കണ്ടതാണ്, എനിക്കൊരു ഊഹമുണ്ട്, എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുള്ള സ്ഥലമാണ്, നമുക്ക് വേഗം ഇവിടെ നിന്ന് പോവാം, പോലീസിനെ അറിയിക്കാമെന്നൊക്കെ പറയുമ്പോൾ കെയ്ത്തിന് ഒരേ സംശയം. ഇല്ല, നീ പറഞ്ഞാൽ എനിക്ക് അത്ര വിശ്വാസം, പറഞ്ഞാൽ ഞാൻ പോയി നോക്കിയിട്ട് വരാം. നമ്മൾ പറയില്ലേ, അറിയാത്ത പിള്ള ചൊറിയും പറയുന്ന പറഞ്ഞ പോലെ ഇവൻ താഴെ പോകുന്നു. ഇവൻ താഴെ പോയിട്ട് അവൻ പറയും 2 മിനിറ്റ് തന്നെ കണ്ടില്ലെങ്കിൽ നീ പൊക്കോ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഇവനെ കാണാനില്ല. അപ്പോൾ ടെസ്സിനാണെങ്കിൽ ഒരു സംശയം, ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ ഇട്ടിട്ട് പോയി നോക്കാം എന്ന് കരുതി ടെസ് ഇവനെ രക്ഷിക്കാൻ വേണ്ടി താഴത്തോട്ട് പോകും. കുറേ പോകുമ്പോൾ കുറേ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി ലാസ്റ്റ് ഒരു സ്ഥലത്ത് വെച്ച് ഇവനെ കാണുമ്പോൾ ഇവന് അത്യാവശ്യം പരിക്കൊക്കെ പറ്റിയ പോലെ നിൽക്കുന്നത്. അപ്പോൾ അവൾ പറയും, വേഗം വായോ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവർ തമ്മിൽ ഏത് വഴിക്കാണ് പോകേണ്ടത്, ഗുഹയുടെ ഉള്ളിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. അപ്പോൾ ഏത് വഴിക്കാണ് പോകേണ്ടതെന്നുള്ള കാര്യത്തിൽ തർക്കമായി. കെയ്ത്ത് പറയുന്നത് ഇപ്പുറത്തെ വഴിക്ക് പോകാം, ടെസ് പറയുന്നത് ഇപ്പുറത്തെ വഴിക്ക് പോകാം. രണ്ടുപേരും തമ്മിൽ തല്ലൂടി നിൽക്കല്. പെട്ടെന്ന് ഒരു ആജാനുബാഹി, അങ്ങനെ തന്നെ പറയണം കേട്ടോ, കാരണം ഏകദേശം ഒരു 200 സെൻറ്റിമീറ്ററെങ്കിലും ഉയരം ഉണ്ടാവും, ഒരു 120-150 കിലോ തൂക്കം ഉണ്ടാവും. അത്രയും വലിപ്പമുള്ളൊരു സ്ത്രീ, ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല, പക്ഷേ നല്ല പ്രായമുണ്ട്. ഒരു ഒരു ആജാനുബാഹിയായിട്ട് പെട്ടെന്ന് ഓടി വരുന്നു. ഈ കെയ്ത്തിനെ തല പിടിച്ചിട്ട് ആ ഗുഹയുടെ കരിങ്കല്ലും ഇടിച്ച് തല പൊളിച്ച് കെയ്ത്തിനെ കൊല്ലുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ടെസ്, നമ്മുടെ നായിക അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഓടി നായിക എന്ത് ചെയ്യും, ഒരു കുഴിയിൽ പോയിട്ട് വീഴും. അതിൽ മറ്റൊരു സീൻ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ എയർബിഎൻബിയിൽ കൊടുത്തിട്ടുള്ള ഈ ലിസ്റ്റഡ് ആക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഒരു സിനിമാ നടനാണ്, സീരിയൽ സിനിമാ നടനാണ്. അപ്പോൾ അവന് ആക്ച്വലി എന്ത് സംഭവിച്ചു, അവൻ്റെ കൂടെയുള്ള ഒരു ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു ലേഡി ഇവനെതിരെ പരാതി കൊടുത്തു. ഇവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് ഇവനിപ്പോൾ ആ സ്ത്രീക്ക് വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുക്കണം, അല്ലെങ്കിൽ കേസും കാര്യങ്ങളൊന്നും ഒത്തുതീർപ്പാവില്ല. അപ്പോൾ ഇവനിപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ആകെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഈ പ്രോപ്പർട്ടി വാങ്ങിയെന്നല്ലാതെ ഇവിടെ വരികയോ നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയില്ല വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ആദ്യമായിട്ട് വരികയാണ്. പുള്ളിക്കാരൻ വരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ഇവിടെ വന്നു താമസിക്കാൻ അങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഒരു പാസേജ് ഉണ്ട് എന്ന് കാണുമ്പോൾ ഇവൻ വിചാരിക്കുന്ന അടിയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടുത്തെ ലോയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അടിയിലേക്കുള്ള മെഷർമെൻറ്റൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രൈസ് കൂടുതൽ കിട്ടാം. അപ്പോൾ ഇവൻ വിചാരിക്കും, അടിയിലേക്ക് ഗുഹ പോലെ കുറേ പോകുന്നുണ്ടല്ലോ, ഇതെല്ലാം പോയി അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ എനിക്ക് വില കൂട്ടി പറയാമെന്ന് കരുതിയിട്ട് പുള്ളി മെഷറിങ് ടേപ്പൊക്കെ എടുത്ത് ഈ ഗുഹയുടെ നടന്നിങ്ങനെ പോയി ലാസ്റ്റ് മറ്റേ സ്ത്രീയുടെ മുമ്പിൽ പോയി പെടും കേട്ടോ. സ്ത്രീയുടെ മുമ്പിൽ പോയി പെട്ടിട്ട് പെട്ടെന്ന് ഇവനെ ആക്രമിക്കാൻ വരുമ്പോൾ ഇവൻ ഓടിപ്പോയി ഇവനൊരു കുഴിയിൽ വീഴും. അപ്പോൾ കുഴിയിൽ വീഴുമ്പോഴാണ് അവിടെ മറ്റേ ടെസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ടെസ് പറയും, ശബ്ദം ഉണ്ടാക്കല്ലേ, ഈ സ്ത്രീ നമ്മളെ ആക്രമിക്കും, മിണ്ടാതിരിക്കുന്നൊക്കെ പറയും. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ത്രീ വലിയൊരു കുപ്പിയിൽ പാലും കൊണ്ടുവരും. എന്നിട്ട് 2 പേർക്കും കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ടെസ് കുടിക്കും. പാലിൻ്റെ കുപ്പിയൊന്നും അവിടെ കുടിക്കാൻ പറ്റില്ല, അത്രയും പഴയത് ചെളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു അറപ്പളവാകുന്ന തരത്തിലാണ് വരുന്നത്. പിന്നെ ഈ സ്ത്രീനെ കണ്ടാൽ തന്നെ പേടിച്ച് നമ്മുടെ ബോധം പോകുന്ന പറയില്ലേ. അപ്പോൾ ഈ വന്ന ആൾ പറയും, ഞാനിത് കുടിക്കൂല. അപ്പോൾ ഈ ടെസ് അവനോട് പറയുന്നുണ്ട് കേട്ടോ, ഈ സ്ത്രീ കരുതി വെക്കുന്നത് നമ്മൾ ഇവരുടെ കുട്ടികളാണ്, അത് നമ്മുടെ അമ്മയാണ്. അപ്പോൾ കുട്ടികളെ പരിചരിക്കുന്ന പോലെ വന്നോക്കാണ്, അത് കുടിക്കാതിരുന്ന് അതിന് ദേഷ്യം വരുമെന്ന് പറയും. അപ്പോൾ ഇവൻ കുടിക്കൂല, ടെസ്റ്റ് കുടിക്കും. ഇവൻ എന്ത് ചെയ്യും, ഇവനെ കുടിക്കാത്തതിൻ്റെ പേരിൽ ഈ സ്ത്രീ ആ കുഴിയിൽ നിന്ന് ഇവൻ എടുത്തുകൊണ്ട് പോകുന്നു, ആക്രമിക്കാൻ വേണ്ടി വലിച്ചിറക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു ഗ്യാപ്പിൽ ടെസ് അവിടെ നിന്ന് ഓടി പുറത്തോട്ട് വരുന്നു. എന്നിട്ട് പറയും, പോലീസിനോട് പറയാമെന്നൊക്കെ പറഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ നമ്മളെ മറ്റേ ഒരു നേരത്തെ ഒരു മധ്യവയസ്കൻ ഓടി വന്നു എന്ന് പറഞ്ഞില്ലേ വിളിക്കാൻ വേണ്ടിയിട്ട്, പുള്ളിക്കാരനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറയും, ഞാൻ പറഞ്ഞല്ലേ പോണ്ടാന്ന് പറഞ്ഞല്ലേ, പോലീസിനോട് പറയാമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു പോലീസിനെ വിളിച്ച് വരുത്തുന്നു. പോലീസിനോട് വന്നിട്ട് പറയുന്നു, ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു സ്ത്രീ ഉണ്ട്, ഇത് പിന്നെ എല്ലാവരും ആക്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ പോലീസ് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ആ പ്രദേശത്ത് ഒരു വീട്ടിൽ പോലും ഒരു മനുഷ്യൻ പോലും താമസിക്കുന്നില്ല. അപ്പോൾ ഇവർ ചോദിക്കും, നിങ്ങളെന്തോ ഇവിടെ എന്തോ പരിപാടി ചെയ്യാൻ വന്നിട്ട് അല്ലെങ്കിൽ എന്തോ പ്രശ്നത്തിന് വന്നിട്ടാണ് നിങ്ങളിത് പറയുന്നത്, എനിക്കിതിനകത്തൊന്നും ചെയ്യാനില്ല, ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഓണർ അവിടെ. അപ്പോൾ അവർ ഓണറാണ് താഴെയുള്ളത്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ആൾ ഇവിടെ താമസിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇത് മൈൻഡാക്കാണ്ട് പോവും. അപ്പോൾ ഈ മധ്യവയസ്കൻ വന്നിട്ട് പറയും, നമുക്ക് രാത്രി അയാളെ രക്ഷിക്കാൻ പോവാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ ഈ സ്ത്രീ പുറത്തോട്ട് ഇറങ്ങും,
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ രാത്രി പോകുമ്പോഴാണ് പുറത്ത് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പോലെ. അപ്പോൾ രാത്രി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പോയിട്ട് രക്ഷിക്കാമെന്ന് പറയും. അപ്പോൾ ഇതിനുള്ള താഴത്തൊരു സീൻ കാണിക്കുന്നത് നമ്മുടെ മറ്റാൾ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ, അയാൾ ഓടി രക്ഷപ്പെട്ട് ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഈ സ്ത്രീ വരുന്നില്ല, ഒരു റൂം പോലുള്ള സ്ഥലത്തേക്ക് ആ ഭാഗത്തേക്ക് ഈ സ്ത്രീ അടുക്കുന്നില്ല എന്ന് പറയില്ലേ. അപ്പോൾ ഇയാൾ ആ പതുക്കെ റൂം തുറന്ന് ഉള്ളിൽ കയറിട്ടോ. റൂം തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ അതിനകത്ത് വയസ്സായ ഒരു അപ്പാപ്പൻ കിടക്കുന്നു. അപ്പോൾ ഇയാൾ വിചാരിക്കും ഇതാരോടോ ഇതിൻ്റെ ഉള്ളിൽ ഇനി വേറൊരു അപ്പാപ്പൻ കിടക്കുന്നത്. അപ്പോൾ നല്ല പ്രായമുണ്ട്, ഒരു 100 വയസ്സൊക്കെ മിനിമം ഉണ്ടാവും എന്നറിയില്ല, അപ്പോൾ അത്രയും പ്രായമുണ്ട്. അപ്പോൾ ഇയാൾ അവിടെ കുറേ കാസറ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്, പഴയ കാസറ്റുകളൊക്കെ. അപ്പോൾ അതിലൊരു കാസറ്റ് എടുത്തിട്ട് ഇയാളിങ്ങനെ ഇട്ട് നോക്കും ടി വിയിൽ. എന്തപ്പോൾ ഇതിൻ്റെ കഥ എന്നറിയണ്ട, കുറേ DVD ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് അതിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഈ കിടക്കുന്ന അപ്പാപ്പൻ നമ്മൾ പഴയ പടത്തിലെ മറ്റേ വില്ലന്മാരെന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ എവിടെ പെൺകുട്ടികളെ കണ്ടാലും പിടിച്ചുകൊണ്ട് വരിക, പീഡിപ്പിക്കുക, അതാണ് ഇയാളുടെ കലാപരിപാടി. അങ്ങനെ ഇയാൾ പീഡിപ്പിച്ചിരുന്ന ഇയാളുടെ വീടായിരുന്നു ഇത്. ഇപ്പോൾ ഇയാൾ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്നു, അതിനെ പീഡിപ്പിച്ചു, അത് ഗർഭിണിയായി, അതിന് കുട്ടിയായി, അതിൻ്റെ കുട്ടീനെ പീഡിപ്പിച്ച്, അതിൻ്റെ കുട്ടിയാണ് ഇത്. അതായത് ആക്ച്വലി ഇയാളുടെ മോളാണ് ഇവിടെയുള്ള ആ ഒരു ഇങ്ങനെ ഡ്രസ്സിലാണ് കിടന്ന് ഓടി നടക്കുന്ന ആ ഒരു ആജാനുബാഹിയായ സ്ത്രീ എന്ന് പറയില്ലേ. അപ്പോൾ അതിന് കുട്ടികളുണ്ടായി. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ആ ഭാര്യ, മക്കൾ, അമ്മ, പെങ്ങളൊന്നൊന്നുമില്ല. ഇയാൾ ആരൊക്കെ ഉണ്ടാലും ചെയ്യുന്ന ഒരു നികൃഷ്ട ജീവിയുടെ പോലത്തെ ഒരാളായിരുന്നു. അപ്പോൾ ഇയാളെ തന്നെ വയസ്സായപ്പോൾ ഇവിടെ കെടുത്തിയൊക്കെയാണ്. അപ്പോൾ ഇയാൾക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുക്കാനോട് വേണ്ടിയാണ് ആ സ്ത്രീ രാത്രിയാകുമ്പോൾ പുറത്ത് പോകുന്നത്, തിരിച്ചു വരുന്നതൊക്കെ പറയില്ലേ. അങ്ങനെ ഇയാളവിടെ കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ആ വലിപ്പം അടുത്തേക്ക് നീക്കി വെച്ചോ എന്ന് ചോദിക്കുന്നു. വലിപ്പ് നീക്കി വെച്ച് കൊടുക്കുന്നു. അതിനകത്തൊരു തോക്കുണ്ട്. ആ തോക്ക് എടുത്തിട്ട് ആ വയസ്സായ അപ്പാപ്പൻ അയാൾ വെടിവെച്ച് സ്വയം വരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇയാളാകെ ഞെട്ടും, നമ്മുടെ ഉള്ളിൽ പെട്ടുപോയ ആൾ. എന്തായാലും ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഇയാളെ രക്ഷിക്കണമല്ലോ. അപ്പോൾ ഈ അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ട് ഇവർ രാത്രിയാകുമ്പോൾ പുറത്ത് വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഏകദേശം രാത്രിയോട് കൂടിയിട്ട് ഈ സ്ത്രീ പുറത്തേക്ക് വരുന്ന സമയത്ത് ടെസ് തൻ്റെ വണ്ടി റെഡിയാക്കി നിർത്തി വെക്കാൻ കേട്ടോ. അങ്ങനെ ഈ സ്ത്രീ വരുമ്പോൾ ഓടിക്കൊണ്ടുവന്ന് ഈ വണ്ടി കൊണ്ട് ഈ സ്ത്രീനെ, ആ ഒരു വികൃത ജീവി പോലുള്ള ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീനെ ഈ ടെസ് വണ്ടി കൊണ്ട് ഇടിക്കുന്നു. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുകയാണ്. വണ്ടിയുടെയും ചുമരിൻ്റെ ഇടയിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ ടെസ് ഉള്ളിൽ പോകുന്നു. വേഗം പോയി മറ്റേ വിളിച്ച് രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുന്നു. രണ്ടുപേരും വീടിൻ്റെ പുറത്തൊക്കെ എത്തിയിട്ടാണ്. വീടിൻ്റെ പുറത്തെത്തി നോക്കിയപ്പോൾ ഈ സ്ത്രീനെ അവിടെ കാണാനില്ല. കാരണം വണ്ടി ഇടിച്ചിട്ട് ജാമാക്കി നിർത്തി പോയതാണ്, പക്ഷേ അവിടെ കാണാനില്ല. അപ്പോൾ ഒരു എന്തെങ്കിലും പരിക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, നമുക്ക് വേഗം രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഓടിപ്പോകുന്നു. അപ്പോൾ ആ മറ്റേ മധ്യവയസ്കനാൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഷെൽട്ടർ പോലത്തെ ഒരു സ്ഥലം. അപ്പോൾ അയാൾ പറയും ഇങ്ങോട്ട് പോരെ, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-15 കൊല്ലം, ഇന്നേ വരെ ആ സ്ത്രീ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അത് ഈ പ്രദേശത്തേക്ക് വരാൻ അതിനെന്തൊരു ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരവിടെ ഇരുന്ന് വർത്താനം പറയുന്നതിനിടയിൽ ആ സ്ത്രീ പെട്ടെന്ന് ഓടി വന്ന് കയ്യും കാലൊക്കെ വലിച്ച് പറിച്ച്, നമുക്കതൊന്നും കാണാൻ പറ്റില്ല, കയ്യും കാലൊക്കെ വലിച്ച് പറിച്ച് അയാളെ കൊല്ലുന്നിട്ടോ. ഇതുകൊണ്ട് പെട്ടെന്ന് ഞെട്ടിത്തിരിച്ചിട്ട് ഈ പുള്ളിക്കാരനും ടെസ്സും ഓടിയിട്ട് അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിനിടയിലാണ് മറ്റാൾ താമസിച്ചിരുന്നത്. ഈ വാട്ടർ ടാങ്കിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറും, വാട്ടർ സപ്ലൈ പോകുന്നൊരു സ്ഥലമാണ്, ഏറ്റവും മുകളിലെത്തും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നൊരു തോക്കൊക്കെ താഴത്തേക്ക് വീണ് പൂട്ടാം. അപ്പോൾ ഈ സ്ത്രീ കയറി മുകളിൽ വരും. സ്ത്രീ നിൽക്കുന്നുണ്ട്, ടെസ് ഉണ്ട്, ഇയാളുണ്ട്, 3 പേരാണുള്ളത്. ഈ സ്ത്രീ ആരെ വേണമെങ്കിലും ആക്രമിക്കാം, ടെസ്സിനെ ആക്രമിക്കാം, ഇയാളെ ആക്രമിക്കാം. ടെസ്സിനെ ഓൾറെഡി ഈ പെണ്ണ് മോളെ പോലെ കരുതിയിട്ടുണ്ടെന്ന് നേരത്തെ പാല് കൊടുത്ത സിറ്റുവേഷനിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടെസ്സിനെ ഉപദ്രവിക്കാതെ ഇവനെ മാത്രമാണ് ഉപദ്രവിച്ചത്. അപ്പോൾ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ നേരെ ടെസ്സിനെ ആ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴത്തേക്ക് തട്ടിടും. ഒരു 3-4 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് അത്. അപ്പോൾ ടെസ് താഴത്തോട്ട് വീഴുന്നത് കാണുമ്പോൾ തൻ്റെ മകളെ അല്ലെങ്കിൽ കുട്ടീനെ രക്ഷിക്കാനുള്ള ഒരു ആവേശം കൊണ്ട് ഈ സ്ത്രീ അവിടെ നിന്ന് എടുത്ത് ചാടി പിന്നെ താഴെ വീഴുന്ന കാണിക്കുമ്പോൾ ഈ സ്ത്രീ അടിയിലും ടെസ് ഈ സ്ത്രീയുടെ മുകളിലും കിടക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. അത് ടെസ്സിന് പരിക്കൊന്നും പറ്റിയിട്ടില്ല, ഈ സ്ത്രീയുടെ തല പൊളിഞ്ഞ് നല്ലോണം ചോരയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ വേഗം തിരിച്ച് ഓടി താഴത്തോട്ട് പോകുന്നു നോക്കുമ്പോൾ ടെസ്സിന് ജീവനുണ്ട്. അപ്പോൾ ടെസ്സിനോട് പറയുന്നത് എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, രക്ഷപ്പെടാൻ വേറെ ഇതുണ്ടായിരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മറ്റേ സ്ത്രീക്ക് ബോധം വരികയും ആ സ്ത്രീ എണീറ്റിട്ട് ഇയാളെ കൊല്ലുകയാണ് ചെയ്യുന്നതെന്ന് പറയില്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ടെസ്സിന് ഇയാളുടെ നിന്ന് വീണുപോയി ആ ഒരു തോക്ക് കിട്ടുന്നു. അപ്പോൾ ടെസ്സിനോട് ഭയങ്കര സ്നേഹത്തിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത്, കാരണം കുട്ടീനെ പോലെയാണല്ലോ. പക്ഷേ ഏത് നിമിഷവും ഈ സ്ത്രീയുടെ സ്വഭാവം മാറാം, പറഞ്ഞത് കേട്ടില്ലെങ്കിൽ തല്ലിക്കൊല്ലാം. അപ്പോൾ ടെസ് ഇങ്ങനെ സ്നേഹത്തിൽ ആ തോക്കെടുത്തിട്ട് സ്നേഹത്തിൽ തന്നെ ഈ ഒരു സ്ത്രീനെ വെടിവെച്ച് കൊല്ലുന്ന സീനോട് കൂടിയിട്ട് സിനിമ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ടെസ് പക്ഷേ കൊല്ലാൻ നോക്കുമ്പോഴും ആ സ്ത്രീ റിയാക്ട് ചെയ്യാനോ പ്രതികരിക്കാനോ ഒന്നും വരുന്നില്ല, കാരണം തൻ്റെ മകളല്ലേ, സ്നേഹത്തോടു കൂടി നിന്ന് കൊടുക്കുകയാണെന്ന് പറയില്ലേ. അപ്പോൾ അത്തരത്തിൽ ഒരു അമ്മയുടെ ഭയങ്കര സ്നേഹത്തിൻ്റെ കഥ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കിടിലൻ ഹൊറർ ത്രില്ലർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം, കണ്ടാൽ പേടിയോന്നറിയാം. ഇനി Airbnb മറ്റ് സൈറ്റുകളൊക്കെ വഴി നമ്മൾ ഏതെങ്കിലും അറിയാത്ത ഹോസ്റ്റൽ റൂമുകൾ വില്ലകളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് ചിലപ്പോൾ അപൂർവമായിട്ട് സംഭവിച്ചൊരു സംഭവമായിരിക്കാം, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമായിരിക്കാം. പക്ഷേ അത് കണ്ടപ്പോൾ നമുക്കൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇനി മുതൽ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എത്തരത്തിലുള്ള ഹോട്ടലാണ് ബുക്ക് ചെയ്യുക എന്നുള്ളത് കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, ഈ സിനിമയുടെ കഥ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ബാർബേറിയൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കണ്ടു നോക്കാൻ പറ്റാത്തവർക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കട്ടെ. മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള മറ്റ് സിനിമകളുടെ കഥകളൊക്കെ ഇവിടെ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കേട്ട് നോക്കുക. കഥകൾ ഇഷ്ടമുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ കേട്ട് നോക്കുക. വീണ്ടും അത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിലും അല്ലെങ്കിൽ പ്രൈമിലൊക്കെ പോയിട്ട് ആ സിനിമകൾ കണ്ടു നോക്കുക. അങ്ങനെ ഇംഗ്ലീഷ് സിനിമകൾ കാണും ചെയ്യാം. നിങ്ങളുടെ ഇംഗ്ലീഷ് കുറച്ച് ഇമ്പ്രൂവ് ആയി വരും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത സിനിമ കഥയായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.